ഇംഗ്ലീഷിൽ ഒരു റൂള് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. അത് ഏത് റൂളാന്ന് മനസ്സിലായോ? ഇത് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ഇതിനെ നമ്മൾ കോങ്കോർഡ് എന്നും ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് പൊരുത്തം എന്നാണ്. അതായത് ഒരു സെന്റൻസിൽ വരുന്ന സബ്ജക്റ്റും വേർബും തമ്മിൽ പൊരുത്തം ഉണ്ടാവണം. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നതിന് കാരണം എന്താണെന്നറിയാമോ? സബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചില സെന്റൻസസിൽ സബ്ജക്റ്റ് ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഈസി ടെക്നീക്സ് ആണ് ഇന്നത്തെ ലെസണിൽ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലായിരിക്കും ഒരു സെന്റൻസിൽ വരുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചു പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് തോന്നണം എന്നില്ല. അതിന് ഞാനിവിടെ അത് തരം തിരിച്ച് കാണിക്കുകയാണ്. സബ്ജക്റ്റ് വരുന്ന പല രീതികളുണ്ടല്ലോ, അതെല്ലാം പല ടൈപ്സ് ആയിട്ട് ഞാനിവിടെ കാണിക്കുകയാണ്. അങ്ങനെ ഒരു 20 ടൈപ്സ് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അവസാനം കുറച്ചധികം ക്വസ്റ്റ്യൻസും ഉണ്ട്, അതും ആൻസർ ചെയ്യണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആവണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും അതിനനുസരിച്ച് പ്ലൂറൽ ആവണം. പക്ഷെ എങ്ങനെയാണ് വേർബിനെ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ആക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമായിട്ടുള്ളത്. ഞാൻ അതിനുള്ളൊരു എക്സാമ്പിൾ കാണിക്കാം. അവന് ചായ ഇഷ്ടമാണ്. അത് നമ്മൾ ഇങ്ങനെയല്ലേ പറയുക? ഹി ലൈക്സ് ടീ. പറഞ്ഞപ്പോ എളുപ്പമാണല്ലേ? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ലൈക്സ് എന്ന് വന്നത് എന്ന്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. അവൻ, ഹി, അത് ഒരാളേ ഉള്ളൂ. അപ്പോ സിംഗുലർ ആണ്. അപ്പൊ വേർബിനെയും സിംഗുലർ ആക്കണം. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു നൗണിന്റെ കൂടെ, അതായത് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു പേരിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്ലൂറൽ ആകുന്നത്, ശരിയല്ലേ? അതുപോലെ നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ വേർബിന്റെ കൂടെയും എസ് ആഡ് ചെയ്യുമ്പോൾ, എസ് ചേർക്കുമ്പോൾ അത് പ്ലൂറൽ ആവുകയാണ് എന്നാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹി എന്ന് പറയുന്ന ആ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബിനെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? അവിടെ എസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു വേർബിനെ സിംഗുലർ ആക്കാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എസ് മാറ്റുകയല്ല, എസ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ബാലൻസിങ് ആക്ട് ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇപ്പുറത്തെ ഹി എന്ന് പറയുന്നത് എസ് ഇല്ല, അതായത് ഒറ്റ ആളേ ഉള്ളൂ, സിംഗുലർ ആണ്. അതിന്റെ കൂടെ വരുന്ന വേർബിന് നമ്മൾ എസ് ചേർക്കണം. പക്ഷെ പറയുന്നത് എന്താണ്? ആ വേർബിനെ നമ്മൾ സിംഗുലർ ആക്കി എന്നാണ്. ഈ ഒരു കാര്യം, ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലോർത്ത് വെച്ചാൽ മതി. ഹി ലൈക്സ് ടീ. ഇനി ഹി എന്നുള്ളതിന് പകരം അവിടെ ഒരു പേര് ഒന്ന് ചേർത്ത് നോക്കിയേ. അനു ലൈക്സ് ടീ. അനു എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. അപ്പൊ അവിടെ ലൈക്ക് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ എസ് ചേർത്തത് സിംഗുലർ ആക്കാനാണ് കേട്ടോ. എസ് ചേർത്തത് സിംഗുലർ ആക്കാൻ. അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞില്ലേ? സാധാരണ ഏതൊക്കെയാണ് സിംഗുലർ ആയിട്ട് വരിക? ഹി, അത് അവൻ അല്ലെങ്കിൽ അയാൾ ഒന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവൾ എന്ന് പറയുന്ന ഷീ. അവിടെ ഏത് പേര് വന്നാലും, അനു, ടോം, ജോൺ, ഏത് പേര് വന്നാലും, അല്ലെങ്കിൽ ഇറ്റ്, അത് എന്ന് പറയുന്നത് ഇറ്റ്. ഇപ്പൊ ഒരു പൂച്ചയെ കുറിച്ച് നമ്മൾ പറയാണ്, അപ്പൊ അവിടെ ഇറ്റ് എന്ന് പറയില്ലേ? അത് സിംഗുലർ ആണല്ലോ. അതെല്ലാം സിംഗുലർ സബ്ജക്ട്സ് ആണ്. സബ്ജക്ട് സിംഗുലർ ആവുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന വേർബിന്റെ കൂടെ എസ് ചേർക്കണം. ഇനി ഇതിന്റെ മറുവശം നോക്കാം. സബ്ജക്ട് പ്ലൂറൽ ആവുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. അവിടെ നമ്മൾ എങ്ങനെയാ പറയാ? വി സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെ സബ്ജക്ട് ഏതാണ്? വി, ഞങ്ങൾ. ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ ക്ലിയർ അല്ലേ? ഒന്നിലധികം പേരുണ്ടല്ലോ. അപ്പോ വേർബും നമ്മൾ പ്ലൂറൽ ആക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർത്തേക്കണം. പ്ലൂറൽ ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേർബിന്റെ കൂടെ എസ് ചേർക്കാതിരിക്കുക, അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ വി എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വേർബ് പ്ലൂറൽ ആക്കാൻ നമ്മൾ എസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വി സ്പീക്സ് എന്ന് വരാത്തത്. വി സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി നിങ്ങൾ എന്ന് പറയുകയാണെങ്കിലോ? യു സ്പീക്ക് ഇംഗ്ലീഷ്. യു എന്ന് പറയുന്ന നിങ്ങളുണ്ടല്ലോ, അത് ഞാൻ ഒരാളോട്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് മാത്രം പറയുകയാണെങ്കിലും, നിങ്ങൾ കുറച്ച് പേര് ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് തന്നെ പറയും. മലയാളത്തിലും അങ്ങനെയല്ലേ? ഒരാളോടും നിങ്ങൾ എന്ന് പറയാം, കുറെ പേരുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയാം. യു എങ്ങനെ വന്നാലും, അവിടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും, ആ യു എങ്ങനെ ആയാലും നമ്മൾ അവിടെ വേർബിന്റെ കൂടെ എസ് ചേർക്കുന്നില്ല. കാരണം അതിനെ പ്ലൂറൽ ആക്കാൻ. അപ്പൊ നമ്മൾ എപ്പോഴും ധരിച്ചു വെച്ചേക്കുന്ന ആ ഒരു കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ കാര്യം വരുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന വേർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ അവിടെ എസ് ചേർക്കണം, പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് മാറ്റണം. ഇത് ഓർത്താൽ മതി. ഇനി ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എന്റെ കാര്യം പറയാണ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അവിടെ എന്താ പറയാ? ഐ സ്പീക്ക്
ഇംഗ്ലീഷ്. ഇതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് നിങ്ങൾ ഓർക്കണം. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയും. അതായത് ഐക്ക് നമ്മൾ കൊടുക്കുന്ന സ്ഥാനം അതാണ്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാണ്, അതിന്റെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. അതിനൊരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. ഐ ഒരാളെ ഉള്ളെങ്കിലും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിന് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക പദവി നമ്മൾ ഐക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ സ്പീക്സ് എന്ന് വരാത്തത്. അതൊരു പ്രത്യേക കാര്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? ഐ, വി, യു, ദേ, ഇതെല്ലാം പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ കുറെ പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ, അത് പ്ലൂറൽ ആണ്. അങ്ങനെ ഓർത്തേക്കണം. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാലൻസിങ് ആക്ട് ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. സെന്റൻസ് കണ്ടോ? ദ ബോയ് പ്ലേസ്. ദ ബോയ് ഒന്നേ ഉള്ളൂ, അപ്പൊ നമ്മൾ വേർബിന്റെ കൂടെ എസ് ചേർത്തു. അടുത്തത് ദ ബോയ്സ് പ്ലേ. ദ ബോയ്സ്, അവിടെ അത് പ്ലൂറൽ ആണ് സബ്ജക്ട്, എസ് ഉണ്ട്. ദ ബോയ്സ് എന്നാ പറഞ്ഞത്. അപ്പൊ വേർബിന്റെ അവിടെ നിന്ന് നമ്മൾ എസ് റിമൂവ് ചെയ്തു. ദ ബോയ്സ് പ്ലേ അങ്ങനെ വരണം. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെയുള്ള സെന്റൻസസ് നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറയാണ്, ഞങ്ങൾ ടി വി കാണാറുണ്ട്. നമ്മളത് എങ്ങനെ പറയും? വി വാച്ച് ടി വി എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വി ആയതുകൊണ്ട് വാച്ചസ് ഇല്ല, വാച്ച്. വി വാച്ച് ടി വി. അപ്പോ ഇത് നെഗറ്റീവ് ആക്കാൻ ഞങ്ങൾ ടി വി കാണാറില്ല എന്നിങ്ങനെ പറയും, വി ഡോണ്ട് വാച്ച് ടി വി. ഇങ്ങനെയുള്ള സെന്റൻസസ് നെഗറ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് ഉപയോഗിക്കണം. ഇത് ഏത് വേണം എന്നുള്ളത് കുറെ പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. അതിന്റെയും ടെക്നീക്ക് ഇത് തന്നെയാണ്. വി എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, ഞങ്ങൾ. അതിന്റെ കൂടെ വരുന്ന ഹെൽപ്പിംഗ് വേർബ് ഡസന്റ് അല്ല, ഡോണ്ട് ആണ്. കാരണം ഡസന്റ് എന്ന് പറയുന്നതിൽ എസ് ഉണ്ട്. അപ്പൊ വി വരുമ്പോ പിന്നെ വേർബിൽ എസ് പാടില്ലല്ലോ, ഹെൽപ്പിംഗ് വേർബിലും എസ് പാടില്ല. അതുകൊണ്ടാണ് വി ഡോണ്ട് വാച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. അയാള് ഡ്രൈവ് ചെയ്യാറുണ്ട്. അതെങ്ങനെ പറയാ? ഹി ഡ്രൈവ്സ്. ശരിയല്ലേ? ഡ്രൈവ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം, ഹി സിംഗുലർ ആയതുകൊണ്ട്. ഹി ഡ്രൈവ്സ്. അയാൾ ഡ്രൈവ് ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയും? അവിടെ നമ്മളൊരു ഹെൽപ്പിംഗ് വേർബ് കൊണ്ടുവരണം. ഏത് വേണം? ഡോണ്ട് ആണോ ഡസന്റ് ആണോ? എസ് ഉള്ളത് വേണ്ടേ? കാരണം ഹി സിംഗുലർ ആണ്. അവിടെ നമ്മൾ വേർബിന്റെ കൂടെ എസ് ചേർത്ത് ഓർക്കുന്നുണ്ടോ? ഡ്രൈവ്സ്. അതേപോലെ ഹെൽപ്പിംഗ് വേർബിലും എസ് ഉള്ളത് കൊണ്ടുവരണം. അപ്പൊ ഹി ഡസന്റ് ഡ്രൈവ്, അത് ഓർത്തേക്കണം. ഡസന്റില് എസ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡ്രൈവ്സിൽ എസ് ചേർക്കണ്ട, ഒരു സ്ഥലത്ത് എസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഹി ഡസന്റ് ഡ്രൈവ്. അങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ പറയാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്റെ ഫ്രണ്ട്സ് പുകവലിക്കാറില്ല. അവിടെ എങ്ങനെ പറയും? മൈ ഫ്രണ്ട്സ് സ്പേസ് സ്മോക്ക്. അവിടെ ഡോണ്ട് ആണോ ഡസന്റ് ആണോ വരേണ്ടത്? ഡോണ്ട് അല്ലേ? കാരണം മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാർ, ഫ്രണ്ട്സ്, എസ് ഉണ്ട്. അപ്പോ ആ ഹെൽപ്പിംഗ് വേർബിൽ പിന്നൊരു എസ് വേണ്ട, അവിടെ പിന്നെ ഡസന്റ് വേണ്ടെന്ന് മനസ്സിലായോ? അങ്ങനെയാണ് മൈ ഫ്രണ്ട്സ് ഡോണ്ട് സ്മോക്ക് എന്ന് നമുക്ക് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സബ്ജക്ട് ചിലപ്പോൾ പല രീതിയിൽ നമ്മളെ കളിപ്പിക്കാൻ നോക്കും. അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എനിക്കിവിടെ പറയേണ്ടത്, മേശപ്പുറത്ത് ചോക്ലേറ്റ്സ് ഉള്ള ബോക്സ് ഇരിക്കുന്നുണ്ട് എന്നാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ പറയണം? ദ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് സ്പേസ് ഓൺ ദ ടേബിൾ. ഇസ് ആണോ ആറാണോ വരേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം ആ ചോക്ലേറ്റ്സ് എന്നുള്ളതല്ലേ ഈ സബ്ജക്റ്റ് എന്ന്. അല്ല. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് മേശപ്പുറത്ത് ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ടെന്നല്ല, ചോക്ലേറ്റ്സ് അടങ്ങിയ ബോക്സ് ഇരിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ബോക്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ബോക്സ് സിംഗുലർ ആണ്. അപ്പൊ എന്ത് പറയണം? ദ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ഇസ് ഓൺ ദ ടേബിൾ. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസസ് വരുമ്പോൾ നമ്മളെ ചിലപ്പോൾ ഒന്ന് കുഴപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അർത്ഥം ശരിക്കും നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കൂ. ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇസ് ഹിയർ. കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ സ്റ്റുഡൻസ് അല്ല ഇവിടുത്തെ സബ്ജക്ട്, ദ ലിസ്റ്റ് ആണ്. അതിന്റെ പട്ടിക അത് ഒന്നേ ഉള്ളൂ, ദ ലിസ്റ്റ്. അതുകൊണ്ട് ദ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇസ് ഹിയർ. അപ്പൊ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യും? ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് ഹാസ് ഹാവ് ഇംപ്രൂവ്ഡ്. ഏതാണ് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക? ഇവിടെ ഹാസ് ആണ് വരേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾ പറയുന്നത് പ്രോഡക്ട്സിനെ കുറിച്ചല്ല, ക്വാളിറ്റിയെ കുറിച്ചാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഗുണനിലവാരം. അത് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഹാസ് വരണം. കാരണം ഹാസിന്റെ പ്ലൂറൽ ഫോം ആണ് ഹാവ്. അപ്പൊ ക്വാളിറ്റി സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആക്കാൻ വേണ്ടി നമ്മൾ ഹാസ് ചൂസ് ചെയ്തു. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ഇങ്ങനെയുള്ള സെന്റൻസസ് നമ്മൾ കാണാറില്ലേ?
ജോൺ ആൻഡ് ജെറി ആർ ലേറ്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജോണും ജെറിയും ലേറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം കാണാം, ആൻഡ് വന്നിട്ടുണ്ട് അവിടെ, ജോൺ ആൻഡ് ജെറി അല്ലേ. അപ്പൊ സബ്ജക്റ്റ് ഒന്നിലധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ആൻഡ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തല്ലേ പറ്റൂ. രണ്ടുപേരുണ്ടല്ലോ, ജോണും ജെറിയും അല്ലേ. അപ്പൊ നാച്ചുറലി അവിടെ എന്ത് വരും? വേർബായിട്ട് വരുന്നത് ആർ ലേറ്റ് എന്നാ പറയുക, ഇസ് ലേറ്റ് എന്ന് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതൊന്ന് നോക്കി നിങ്ങൾ, മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ലിവ്സ് എബ്രോഡ്. എന്റെ ബ്രദറും എന്റെ സിസ്റ്ററും വിദേശത്താണ് താമസിക്കുന്നതെന്നാ പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? സിസ്റ്റർ മാത്രമാണോ? അല്ല. ബ്രദർ മാത്രമാണോ? അതുമല്ല, രണ്ടുപേരും ഉണ്ട്, മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ. അപ്പൊ അവിടെ അത് പ്ലൂറൽ ആയിട്ട് നമ്മൾ എടുക്കണം. രണ്ടുപേരുണ്ടല്ലോ, അതുകൊണ്ട് മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്നത് വേർബും പ്ലൂറൽ ആവണം. പ്ലൂറൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എസ് ചേർക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ലിവ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ ലിവ് എബ്രോഡ്. പക്ഷെ ഈ ഒരു റൂളിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ പല റൂൾസിലും ഇങ്ങനെ എക്സെപ്ഷൻസ് നമുക്ക് കാണാം. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബ്ജക്റ്റില് ആൻഡ് ചേർന്ന് വരുമ്പോൾ അത് പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന്. പക്ഷെ ചില കേസസിൽ അങ്ങനെയല്ല. ഈ സെന്റൻസ് നോക്കൂ, ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ഭക്ഷണമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ബ്രെഡിൽ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്താണ് കഴിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയില്ല. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെയാണ് ഇതും. ഫിഷ് ആൻഡ് ചിപ്സ് ഇസ് ഡെലിഷ്യസ്. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് സെർവ് ചെയ്യുന്ന, നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. അപ്പൊ ഫിഷ് ആൻഡ് ചിപ്സ് ആർ ഡെലിഷ്യസ് അല്ല, ഫിഷ് ആൻഡ് ചിപ്സ് ഇസ് ഡെലിഷ്യസ്. ഇനി അടുത്ത ടൈപ്പ്, സബ്ജക്റ്റ് ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയിട്ട് വരുമ്പോൾ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ദായി കാണുന്നത് ഏതെങ്കിലും ആയാൽ മതി. എവ്രി വൺ, എനി വൺ, നോബഡി, എനിത്തിങ്, എവ്രിതിങ്, സംതിങ്, ഇതിൽ ഏത് വന്നാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ ഏതാന്ന് നോക്കാം. എല്ലാവരും റെഡിയാണ് എന്ന് പറയാൻ നമുക്ക് എവ്രി വൺ സ്പേസ് റെഡി എന്ന് പറയണം. അവിടെ എന്താ വരിക? ഇസ് ആണോ ആറാണോ? അവിടെ ഇസ് ആണ് വരേണ്ടത്. അപ്പൊ അതിന്റെ റൂൾ എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് വരുമ്പോഴെല്ലാം അതിന് സിംഗുലർ ആയിട്ട് കണ്ണും പൂട്ടി നമുക്ക് അങ്ങ് മനസ്സിലാക്കാം. അതായത് എവ്രി വൺ ആണെങ്കിലും സംബഡി ആണെങ്കിലും നോബഡി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സംതിങ്, എനിത്തിങ്, എവ്രിതിങ്, ഏത് വന്നാലും അതിന് സിംഗുലർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരോ വന്നിട്ടുണ്ട് എന്ന് പറയാൻ സംബഡി സ്പേസ് കം. ഹാസ് ആണോ ഹാവ് ആണോ അവിടെ വരേണ്ടത്? അവിടെ ഹാസ് വരണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹാസും ഹാവും അതില് സിംഗുലർ ആയിട്ടുള്ള ഫോം ഹാസ് ആണ് അല്ലെ. അപ്പൊ സംബഡി ഹാസ് കം, സംബഡി ഹാവ് വരില്ല, സംബഡി ഹാസ് കം. അപ്പൊ ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ, ആർക്കും ഉത്തരം അറിയില്ല എന്നാണ് പറയേണ്ടത്. നോബഡി നോസ് ദി ആൻസർ. ഏത് ചൂസ് ചെയ്യും? നോബഡി ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്, അതുകൊണ്ട് ആ വേർബും സിംഗുലർ ആവണം. അപ്പൊ ഏതാ പറയേണ്ടത്? സിംഗുലർ ആക്കാൻ നോവിന്റെ കൂടെ ചേർക്കണമല്ലോ. അപ്പൊ നോസ് ആണ് ഇവിടുത്തെ ആൻസർ. നോബഡി നോസ് ദി ആൻസർ. ഇനി അടുത്തത്, എവ്രിതിങ് ലുക്സ് ഫൈൻ. എല്ലാം നന്നായിരിക്കുന്നു. എവ്രിതിങ് സിംഗുലർ ആണ്. അപ്പൊ ഏത് വേണം? വേർബിന്റെ കൂടെ എസ് ചേർത്താലേ അത് സിംഗുലർ ആവുള്ളൂ. അപ്പൊ ഇവിടെയും ലുക്സ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ടൈപ്പ്, സബ്ജക്റ്റ് ഒരു ക്വാണ്ടിഫയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ. ഈ ക്വാണ്ടിഫയർ എന്നുള്ള പേര് കേട്ടിട്ട് നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് സം, മെനി, മോസ്റ്റ്, മച്ച്, പ്ലെന്റി ഓഫ്, എ ലോഡ് ഓഫ്, ഇനഫ്, ഇതിലേത് വന്നാലും അതിനെല്ലാം ഉപയോഗിക്കുന്നത് ഒരേ ഒരു റൂളാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. പുസ്തകങ്ങളെല്ലാം ടേബിളിലുണ്ട്, മേശപ്പുറത്തുണ്ടെന്ന് പറയണം. അപ്പൊ നമ്മൾ എന്താ പറയാ? ഓൾ ദ ബുക്സ് സ്പേസ് ഓൺ ദ ടേബിൾ. ഇവിടെ എന്താ പറയേണ്ടത്? ഇസ് ആണോ ആറാണോ? തീർച്ചയല്ല, ഇവിടെ ആറാണ് വരിക അല്ലെ. കാരണം എന്താണ്? പുസ്തകങ്ങൾ, ഓൾ ദ ബുക്സ്. അവിടെ ഓൾന്ന് വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞു വന്നിരിക്കുന്ന വാക്ക് ദ ബുക്സ് അല്ലേ. ഓൾ കഴിഞ്ഞു വന്നത് പ്ലൂറൽ ആയിട്ടുള്ള ബുക്സ് ആണ്. അതുകൊണ്ട് നമ്മൾ വേർബും പ്ലൂറൽ ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ പറയുന്നത്. ഓൾ ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. ഇനി അടുത്ത് നോക്കൂ, ഓൾ ദ ടിക്കറ്റ്സ് ഹാവ് ബീൻ സോൾഡ് ഔട്ട്. അതായത് ടിക്കറ്റ്സ് എല്ലാം വിറ്റുപോയി എന്നാ പറയേണ്ടത്. ഓൾ ദ ടിക്കറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്, എസ് ഉണ്ട്, ടിക്കറ്റ്സ്
അതുകൊണ്ട് വേർബും പ്ലൂറൽ ആവണ്ടേ. അപ്പൊ ഇതിൽ ഏതാണ് പ്ലൂറൽ വേർബ്? ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ് ആണ്. അപ്പൊ ആ റൂള് മനസ്സിലായോ? ഓൾ കഴിഞ്ഞ് വരുന്ന ആ ഒരു നൗൺ ഉണ്ടല്ലോ, അത് നോക്കുക. ഇവിടെ ഇത് കൗണ്ടബിൾ ആണ്, ബുക്സ്, ടിക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അവിടെ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് വേർബും പ്ലൂറൽ ആവണം. ഇവിടെ ആർ അല്ലെങ്കിൽ ഹാവ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഓൾ കഴിഞ്ഞ് വരുന്നത് കൗണ്ടബിൾ അല്ലാത്ത ഒരു നൗൺ ആണെന്ന് വിചാരിക്കൂ. അപ്പൊ വ്യത്യാസമുണ്ട്. എനിക്ക് പറയേണ്ടത് പണം മുഴുവനും മിസ്സിംഗ് ആണ്, അതായത് പണം മുഴുവനും കാണാതെ പോയി എന്നാ പറയേണ്ടത്. അവിടെ നമ്മളത് എങ്ങനെ പറയും? ഓൾ ദ മണി ഇസ് മിസ്സിംഗ്. കാരണം ഇവിടെ മണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എണ്ണാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നോട്ട്, കറൻസി നോട്ട് നമുക്ക് എണ്ണാം. പക്ഷെ ഒരു തുകയെ കുറിച്ച് പറയുമ്പോൾ, ഒരു എമൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് എണ്ണാൻ പറ്റാത്തതായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ കണക്കാക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറ്റി വെച്ചേക്കണേ. മണി എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഓൾ ദ മണി കഴിഞ്ഞിട്ട് ഇസ് വന്നത്. ഓൾ ദ മണി ഇസ് മിസ്സിംഗ്. ഇനി അടുത്ത നോക്കൂ. ഓൾ ദ റൈസ് ഹാസ് ഹാവ് ബീൻ കുക്ഡ്. ഏതാ വരേണ്ടത്? ഇവിടെയും ആ സിംഗുലർ ഫോം ആണ് വരേണ്ടത്, വേർബിന്റെ ഹാസ് ആണ് വരേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അരിയെ കുറിച്ചാണ്, റൈസ്. ഗ്രെയിൻ ഓഫ് റൈസ് എന്നല്ല പറഞ്ഞത്, അരിമണിയെ കുറിച്ചല്ല പറയുന്നത്. മൊത്തത്തിൽ അരിയെ കുറിച്ച് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റില്ല, തൂക്കാനേ പറ്റുള്ളൂ. അവിടെ നമ്മൾ അത് സിംഗുലർ ആയിട്ട് കാണുന്നത് കൊണ്ട് വേർബും സിംഗുലർ ആവണം. അപ്പൊ ഹാസ് ആണ് വരിക. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ക്വാണ്ടിഫയേഴ്സ് വരുന്നത്, അതിന്റെ തന്നെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇനിയും കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ നോക്കൂ. മച്ച് ഓഫ് ദ വർക്ക് ഇസ് ഡൺ. എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്? ഞാനിവിടെ പറഞ്ഞത് മച്ച് ഓഫ് ദ വർക്ക്. ആ മച്ച് എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ മനസ്സിലാക്കാം അവിടെ ഇസ് ആണ് വരേണ്ടതെന്ന്. കാരണം മച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെയാണ്. അപ്പോൾ മിക്കവാറും ജോലിയും തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ജോലി എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മച്ച് യൂസ് ചെയ്തത്. മച്ച് വന്നാൽ അവിടെ ഇസ് അല്ലെങ്കിൽ വേർബിന്റെ ഒരു സിംഗുലർ ഫോം ആയിരിക്കും വരിക. പക്ഷെ അടുത്തത് കണ്ടോ, മെനി സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. എന്തുകൊണ്ട് ആർ വന്നത്? മെനി എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെയാണ് വരുന്നത്. അപ്പൊ ഒരുപാട് കുട്ടികൾ, മെനി സ്റ്റുഡൻസ് അത് കഴിഞ്ഞ് പിന്നെ ഇസ് വരില്ലല്ലോ. മെനി സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. ലിറ്റിൽ ടൈം ഏതാ നിങ്ങൾ പറയാ? ഇസ് അല്ലെങ്കിൽ ആർ ലെഫ്റ്റ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? ഇവിടെ നമ്മൾ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. മുൻപ് നമ്മൾ മണിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. സമയം എന്ന് പറയുന്നത് മണിക്കൂറുകൾ എണ്ണാം, പക്ഷെ സമയം എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ലിറ്റിൽ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും എണ്ണാൻ പറ്റാത്ത നൗൺസിന്റെ കൂടെയാ യൂസ് ചെയ്യുക, അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ മുൻപ് നമ്മൾ മച്ച് കണ്ടതുപോലെയാണ് ലിറ്റിലും. അത് വന്നാൽ വേർബും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ പറയുക ലിറ്റിൽ ടൈം ഇസ് ലെഫ്റ്റ്. സമയം വളരെ കുറച്ചേ ബാക്കിയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിറ്റിൽ ടൈം ഇസ് ലെഫ്റ്റ്. പക്ഷെ അടുത്തത് നോക്കിയേ. ഫ്യൂ പീപ്പിൾ നോസ് ദ ട്രൂത്ത്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഫ്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ് വരിക. അതായത് ഉദ്ദേശിക്കുന്നത് ആർക്കും തന്നെ സത്യം അറിയില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾക്കേ സത്യം അറിയുള്ളൂ എന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഫ്യൂ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മെനി എന്ന് പറയുന്ന ക്വാണ്ടിഫയറിന്റെ പോലെയാണ്, കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ് വരിക. ഇപ്പൊ ഫ്യൂ കഴിഞ്ഞ് വന്നത് പീപ്പിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ വേർബും പ്ലൂറൽ ആയിരിക്കണം. ഇപ്പൊ പ്ലൂറൽ ആവാൻ എന്താ ചെയ്യേണ്ടത്? നോ ഉണ്ട്, നോസ് ഉണ്ട്. അപ്പോ നോവിന്റെ കൂടെ എസ് ചേർക്കാതിരിക്കുകയല്ലേ വേണ്ടത് പ്ലൂറൽ ആക്കാൻ. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ നോ ആണ്. ഫ്യൂ പീപ്പിൾ നോ ദ ട്രൂത്ത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോസ്റ്റ് എന്ന് പറയുന്ന ക്വാണ്ടിഫയർ വരുമ്പോ എങ്ങനെയാണ് ആ ഒരു എഗ്രിമെന്റ് അവിടെ കൊണ്ടുവരുന്നതെന്നാണ്. മുൻപ് നമ്മൾ ഓൾ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ് ഈ മോസ്റ്റിന്റെ റൂളും. അതായത് മോസ്റ്റ് കഴിഞ്ഞ് വരുന്ന നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ അതിനെ പ്ലൂറൽ ആയിട്ട് കണക്കാക്കുക. അപ്പൊ വേർബും പ്ലൂറൽ ആകണം. പക്ഷെ മോസ്റ്റ് കഴിഞ്ഞ് വരുന്നത് എണ്ണാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണെങ്കിൽ അവിടെ വേർബ് സിംഗുലർ ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ റൂൾ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ. മോസ്റ്റ് ഓഫ് ദ മിൽക്ക് ഹാസ് ഗോൺ ബാഡ് എന്നാണ് ഞാൻ പറയുന്നത്. പാല് മിക്കവാറും ഭാഗവും അതിന്റെ പിരിഞ്ഞു പോയി അല്ലെങ്കിൽ കേടായി പോയി എന്ന്. മോസ്റ്റ് ഓഫ് ദ മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സിംഗുലർ ആണ്. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? വേർബും അതുപോലെ ആക്കണം. അപ്പൊ മോസ്റ്റ് ഓഫ് ദ മിൽക്ക് ഹാവ് അല്ല, ഹാസ് ഗോൺ ബാഡ്. പക്ഷെ അടുത്തത് കണ്ടോ, മോസ്റ്റ് ഓഫ് ദ ബുക്സ് ഹാവ് അറൈവ്ഡ്. അവിടെ ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുക? ഇവിടെ മോസ്റ്റ് കഴിഞ്ഞ് വന്നത് ബുക്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ബുക്സ് കൗണ്ടബിൾ ആണ്, അത് പ്ലൂറൽ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വേർബ് അതുപോലെ ആക്കൂ. അപ്പൊ ആൻസർ എന്താണ്? ഹാവ് ആണ്. മോസ്റ്റ് ഓഫ് ദ ബുക്സ് ഹാവ് അറൈവ്ഡ്. മിക്കവാറും പുസ്തകങ്ങളും എത്തിക്കഴിഞ്ഞു എന്ന്.
ഇത് ഓരോന്നും ഞാനിങ്ങനെ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് എങ്കിലേ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലത് നിൽക്കുകയുള്ളൂ. എല്ലാത്തിനും ഒരേ റൂളാണെന്ന് ഞാൻ അങ്ങ് ഓടിച്ചു പറഞ്ഞു പോയാൽ ചിലപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം എന്നില്ല. ഇപ്പൊ ഇനഫ് എന്ന് പറയുന്ന വാക്ക് നോക്കൂ. ആവശ്യത്തിന് എന്നുള്ളൊരു അർത്ഥത്തിലാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇനഫ് ഫുഡ് ഇസ് അവൈലബിൾ. ഇവിടെയും റൂൾ അത് തന്നെയാണ്. ഇനഫ് കഴിഞ്ഞ് വന്ന ആ ഒരു വാക്ക് നോക്കൂ, ഫുഡ്. ഭക്ഷണം നമുക്ക് എണ്ണാൻ പറ്റില്ല, അപ്പൊ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഇനഫ് ഫുഡ് ഇസ് അവൈലബിൾ. ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാണ്. ഇനഫ് ഫുഡ് ഇസ് അവൈലബിൾ. പക്ഷെ അടുത്തത് നിങ്ങളൊന്ന് ചൂസ് ചെയ്യൂ. ആവശ്യത്തിന് കസേരകൾ അവൈലബിൾ ആണ്, ലഭ്യമാണ്. ഇനഫ് ചെയർസ് ഇസ് ആർ അവൈലബിൾ. നിങ്ങൾ ഏതാണ് ഇവിടെ സിലക്ട് ചെയ്യുക? ഇവിടെ ആറല്ലേ വരേണ്ടത്? ഇനഫ് കഴിഞ്ഞ് വന്നത് ചെയർസ് ആണ്. പല കസേരകൾ, ഒന്നിലധികം ഉണ്ട്, കൗണ്ടബിൾ ആണ്, താനും പ്ലൂറൽ ആണ്. അപ്പോൾ ആർ വരണം. നമ്മളിപ്പോ കണ്ട ക്വാണ്ടിഫയേഴ്സിന് പലതിനും ഒരേ റൂൾ അല്ലേ നമ്മൾ യൂസ് ചെയ്തത്? ഓർമ്മയില്ലേ? ഓൾ, അതുപോലെ മോസ്റ്റ്, ഇനഫ്, ഇതിനെല്ലാം സെയിം റൂളാണ് നമ്മൾ കീപ്പ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മൾ ഈ കാണാൻ പോകുന്ന സം എന്ന് പറയുന്ന വാക്കിനും. അതും ഒരു ക്വാണ്ടിഫയർ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, സം വാട്ടർ ഇസ് ലെഫ്റ്റ്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അവിടെ വെള്ളം എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സം വാട്ടർ ഇസ് ലെഫ്റ്റ്. പക്ഷെ അടുത്തത് കണ്ടോ, സം ഡോക്യുമെന്റ്സ് ഇസ് ആർ മിസ്സിംഗ്. ചില ഡോക്യുമെന്റ്സ് കാണാനില്ല, മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. അവിടെ സം കഴിഞ്ഞു വന്നത് ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എണ്ണാം അല്ലെ? ഡോക്യുമെന്റ്സ് എസ് ഉണ്ട് താനും. അപ്പൊ എന്താ നിങ്ങൾ അവിടെ യൂസ് ചെയ്യുക? ഇസ് ആണോ ആറാണോ? ആറല്ലേ വരേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ അടുത്ത ടൈപ്പ് കാണിക്കാട്ടോ. നൺ, NONE എന്ന് പറയുന്ന വാക്ക് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നോബഡി വരുമ്പോഴെല്ലാം സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പൊ വേർബും സിംഗുലർ ആയിരിക്കണം എന്ന്. അപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ, നോബഡി ഇസ് ആബ്സെന്റ്. അവിടെ നോബഡി ആർ ആബ്സെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ നൺ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊരു സെന്റൻസ് കാണിക്കാം. നൺ ഓഫ് ദ സ്റ്റുഡൻസ് സ്പേസ് ഫിനിഷ്ഡ്. ഇവിടെ ഹാസ് ആണോ ഹാവ് ആണോ വരേണ്ടതെന്നാണ് ചോദ്യം. ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളിൽ ആരും തന്നെ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുട്ടികളിൽ ആരും ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആരുമില്ല. അപ്പൊ അവിടെ പ്ലൂറൽ ആവാൻ ഒരു സാധ്യതയില്ലല്ലോ. അപ്പൊ ഹാസ് ആണ് നോർമലി നമ്മളിവിടെ ആൻസർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഫിനിഷ്ഡ്. പക്ഷേ ഇംഗ്ലീഷിൽ ഇതുപോലെയുള്ള സെന്റൻസസ് വരുമ്പോൾ, നൺ പാർട്ടായിട്ട് വരുന്ന സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ ഹാവും ഓക്കെ ആണെന്നാണ് പറയുന്നത്. അതായത് അവിടെ പ്ലൂറൽ ആയിട്ടും എടുക്കാവുന്ന വേർബിനെ. അപ്പൊ നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാലും അത് ശരിയാണെന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങളൊരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഗ്രാമാറ്റിക്കലി ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഹാസും ഹാവും ഓക്കെ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? നൺ ഓഫ് ദ കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ ആണ്, സ്റ്റുഡൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അവിടെ എസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഹാവും ഓക്കെ ആണെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ നൺ ഓഫ് ദ കഴിഞ്ഞിട്ട് വരുന്നത് കൗണ്ടബിൾ അല്ലാത്തൊരു നൗൺ ആണെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട്. ഈ സെന്റൻസ് നോക്കിയേ, നൺ ഓഫ് ദ മണി ഹാസ് ബീൻ സ്പെൻഡ്. അവിടെ ഒരു സംശയമില്ല, ഹാസ് തന്നെ വരണം. കാരണം മണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാ അവിടെ ഹാവ് വരുന്നത്? അപ്പൊ നൺ ഓഫ് ദ മണി ഹാസ് ബീൻ സ്പെൻഡ്, ഹാവ് ബീൻ സ്പെൻഡ് എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. ഇനി അടുത്ത ടൈപ്പ് ഈച്ച്, എവ്രി. ഈ രണ്ട് വാക്കുകൾ വരുമ്പോൾ എപ്പോഴും ഓർത്തോളൂ, അത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് വേർബും സിംഗുലർ ആയിരിക്കും. എനിക്ക് പറയണം, ഓരോ കുട്ടിക്കും ഓരോ പുസ്തകമുണ്ട്. അപ്പോൾ എവ്രി സ്റ്റുഡൻറ് ഹാസ് എ ബുക്ക് എന്നേ വരുള്ളൂ. എവ്രി സ്റ്റുഡൻറ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്. ഇനി അടുത്ത കാറ്റഗറി, ചിലപ്പോ ഈ സബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് നമ്മൾ പെർസെന്റ് എന്നുള്ളൊരു കണക്കൊക്കെ കാണും. അത് വരുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം. എനിക്ക് പറയേണ്ടത്, വീടുകളിൽ 10% ഡാമേജ്ഡ് ആയി എന്നാണ്. അപ്പൊ സെന്റൻസ് എങ്ങനെയാ വരുന്നത്? 10% ഓഫ് ദ ഹൗസസ് were damaged. എന്താണ് അതിന്റെ റൂൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ 10% ഓഫ് കഴിഞ്ഞിട്ട് വന്നത് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വീടുകൾ അല്ലെ? അതുകൊണ്ട് അവിടെ നമ്മൾ വേർബും പ്ലൂറൽ ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് 10% ഓഫ് ദ ഹൗസസ് were damaged എന്നാണ്, വാസ് അല്ല. അപ്പൊ ആ പേഴ്സന്റിന്റെ കണക്ക് കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് ഏതാണെന്നാണ് നോക്കേണ്ടത്. അത് കൗണ്ടബിൾ ആണെങ്കിൽ അവിടെ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് പറയും? 70% ഓഫ് ദി എംപ്ലോയീസ് വർക്ക്സ് ഫ്രം ഹോം. അവിടെ വർക്ക് ആണോ വർക്ക്സ് ആണോ വരേണ്ടത്? 70% കഴിഞ്ഞിട്ട് വന്നത് എംപ്ലോയീസ്, അതായത് ജീവനക്കാർ, എണ്ണാൻ പറ്റുന്നതാണ്.
അത് പ്ലൂറൽ ആണ്. അപ്പൊ വേർബും പ്ലൂറൽ ആവണം. നോക്കൂ, വർക്ക് വർക്ക്സ്, പ്ലൂറൽ ആവാൻ എന്ത് ചെയ്യണം? എസ് ചേർക്കരുത് വേർബിന്റെ കൂടെ. അപ്പൊ വർക്ക് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഇതേ കാര്യം ഈ പെർസെന്റ് വരുന്ന തരം കാര്യങ്ങളിൽ പെർസെന്റ് കഴിഞ്ഞിട്ട് വരുന്നത് എണ്ണാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. എനിക്ക് പറയേണ്ടത് പണത്തിന്റെ 30% ചിലവാക്കപ്പെട്ടു എന്നാണേ. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാ, 30% ഓഫ് ദ മണി ഹാസ് ബീൻ സ്പെൻഡ്. ഇവിടെ മണി എണ്ണാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് ഹാവ് ബീൻ അല്ല ഹാസ് ബീൻ. അതാ ഞാൻ പറഞ്ഞത്, പെർസെന്റ് കഴിഞ്ഞ് വരുന്നത് ഏത് നൗണാ നോക്കണം. അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ ഫോം ആണ് വേർബിന്റെ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? 80% ഓഫ് ദ വർക്ക് ഇസ് ആർ ഫിനിഷ്ഡ്. ജോലിയിൽ 80% ഫിനിഷ്ഡ് ആയിട്ടുണ്ടെന്നാ പറയേണ്ടത്. 80% ഓഫ് ദ വർക്ക് ഇസ് ഫിനിഷ്ഡ്. കാരണം ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റില്ലല്ലോ, അപ്പൊ ആറ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇസ് ആണ് ആൻസർ. ഇനി അടുത്ത ടൈപ്പ്, ചിലപ്പോൾ ഈ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് വൺ ഓഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ? വൺ ഓഫ് ദ ബോയ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ വൺ ഓഫ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവിടെ നിങ്ങൾ ആ വേർബ് സിംഗുലർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. ഇപ്പൊ ഞാൻ സെന്റൻസ് കാണിക്കാം. വൺ ഓഫ് ദ ബോയ്സ് ഇസ് ആബ്സെന്റ്. അവിടെ ബോയ്സ് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ബോയ്സ് അല്ല ഇവിടുത്തെ സബ്ജക്റ്റ് വരുന്നത്, വൺ ഓഫ് ദ ബോയ്സ്, ബോയ്സിൽ ഒരാൾ. ആ വൺ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മളവിടെ ഇസ് എന്ന് കൊണ്ടുവരുന്നത്. അതുപോലെ ഇതും, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലിവ്സ് ഇൻ കൊച്ചി. അപ്പൊ എന്റെ ഫ്രണ്ട്സിൽ ഒരാളാണ് കൊച്ചിയിൽ താമസിക്കുന്നത്. അപ്പൊ ആ വൺ സിംഗുലർ അല്ലേ ഇവിടെ വരുന്നത്, സബ്ജക്ട് സിംഗുലർ അല്ലേ, അതുകൊണ്ട് വേർബിനെയും സിംഗുലർ ആക്കണം. സിംഗുലർ ആക്കാൻ നമ്മൾ വേർബിന്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് ലിവ്സ് കിട്ടിയത്. ഇനി ഞാൻ അടുത്ത കാറ്റഗറി കാണിക്കുകയാണേ. ഇത് ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ദ നമ്പർ ഓഫ് അല്ലെങ്കിൽ എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കാണും. രണ്ടിനും രണ്ട് റൂളാണ്. ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞു വരുമ്പോ അവിടെ അത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടോ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഇൻക്രീസിങ് എന്ന് വെച്ചാൽ നമ്മളവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് കുട്ടികളല്ല, എണ്ണം ആണ്. ദ നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. അതൊന്നല്ലേ ഉള്ളൂ, ദ നമ്പേഴ്സ് ഇല്ലല്ലോ, ദ നമ്പർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ പറയാ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഇൻക്രീസിങ് എന്നാണ്. അടുത്തതും അതുപോലെ ആട്ടോ, ദ നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ഇസ് റൈസിങ്. അതായത് അപകടങ്ങളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ഇസ് റൈസിങ്. പക്ഷേ എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം എ നമ്പർ ഓഫ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മെനി അല്ലെങ്കിൽ സെവറൽ എന്നൊക്കെയാണ്. അപ്പൊ പല എന്നൊരു അർത്ഥത്തിലാണ് എ നമ്പർ ഓഫ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയാ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് എന്നാണ്. അതായത് കുറെ കുട്ടികൾ ആബ്സെന്റ് ആണെന്ന്. അവിടെ എ നമ്പർ, എ വന്നതുകൊണ്ട് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. ഒരുപാട് ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് കംപ്ലെയിൻഡ്. അവിടെ എ നമ്പർ ഓഫ് പീപ്പിൾ ഹാസ് അല്ല വരിക, എ നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് കംപ്ലെയിൻഡ്. ഇനി അടുത്ത കാറ്റഗറി ഈതർ ഓർ അല്ലെങ്കിൽ നീതർ നോർ എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ്. അപ്പൊ അത് പല രീതിയിൽ വരും. അതിങ്ങനെ ഒരു പെയർ ആയിട്ട് വരുമ്പോൾ, ഈതർ ഓർ എന്ന് പറഞ്ഞൊരു പെയർ ആയിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് കെറിലേറ്റീവ് കൺജങ്ഷൻ എന്നാണ്. അങ്ങനെ വരുമ്പോൾ റൂൾ എന്താണെന്നറിയാമോ? അതിന്റെ അടുത്ത വേർബിന്റെ അടുത്ത് വരുന്ന സബ്ജക്ട് ഏതാണെന്നുള്ളത് നോക്കണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഈതർ മൈ പേരൻസ് ഓർ മൈ ബ്രദർ ഇസ് കമ്മിങ്. എന്താ കാരണം? ഇവിടെ വേർബ് ഇസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യാൻ കാരണം? അതിന് തൊട്ട് മുൻപ് വന്നത് ഏതാ നോക്കൂ, മൈ ബ്രദർ എന്നാണ്. നമ്മളിവിടെ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ എന്റെ പേരൻസ് അല്ലെങ്കിൽ എന്റെ ബ്രദർ വരും എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ ഇസ് എന്നുള്ള വേർബിന്റെ തൊട്ട് മുൻപില് അതിനടുത്തായിട്ട് വരുന്നത് ബ്രദർ എന്ന് പറയുന്ന സിംഗുലർ ആയിട്ടുള്ള നൗൺ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇസ് ഉപയോഗിച്ചത്. നേരെ മറിച്ച് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈതർ മൈ ബ്രദർ ഓർ മൈ പേരൻസ് ആർ കമ്മിങ്. അവിടെ ആ ആർ എന്ന് പറയുന്ന വേർബിന്റെ തൊട്ട് മുമ്പിൽ വന്നത് മൈ പേരൻസ് എന്നുള്ളതാണ്. അത് പ്ലൂറൽ ആണല്ലോ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആർ ഉപയോഗിച്ചത്. അപ്പൊ ഇവിടുത്തെ റൂള് മനസ്സിലാക്കുക, ആ വേർബിനടുത്ത് വരുന്ന നൗൺ ഏതാണെന്നുള്ളതിനനുസരിച്ച് ആണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. ആ വേർബിന്റെ അടുത്ത് വരുന്നത് ഏത് നൗൺ ആണോ അതിനനുസരിച്ചാണ് വേർബ് മാറുന്നത്. പക്ഷെ ചിലപ്പോൾ ചില സെന്റൻസസിൽ ഈതർ മാത്രം വരും, ഓർ ഇല്ലാതെ, പെയർ അല്ലാതെ വരും. ഇപ്പൊ ഞാൻ പറയാണ്, ഈതർ വർക്ക്സ് ഫോർ മീ. അതായത് രണ്ട് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു, ഏതായാലും എനിക്ക് ഓക്കെ ആണെന്നാ ഞാൻ പറയുന്നത്.
either works for me. അവിടെ either മാത്രം വന്നു. അവിടെ ഞാൻ എന്താ ചെയ്തത്? അതിന് സിംഗുലർ ആയിട്ടാ കണക്കാക്കിയത്. either, ഏതായാലും, ഇതല്ലെങ്കിൽ അത്, ഏതായാലും. അപ്പൊ അതുകൊണ്ടാണ് വർക്ക്സ്. അവിടെ സിംഗുലർ ആയിട്ടാണ് ആ വേർബും വന്നത്. വർക്ക്സ്, എസ് ആഡ് ചെയ്തു. either works for me. പക്ഷെ ഇതിൽ കണ്ടോ, either answer is correct. ഇവിടെ either കഴിഞ്ഞിട്ടൊരു നൗൺ വന്നിട്ടുണ്ട്. പക്ഷെ either ഓർ പെയർ ആയിട്ടല്ല വന്നത്. രണ്ട് ആൻസറും കറക്റ്റ് ആണ്. ഏതായാലും കറക്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. either answer is correct. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. either ഇങ്ങനെ വരുമ്പോ തനിയെ, അല്ലെങ്കിൽ either കഴിഞ്ഞിട്ട് ഒരു നൗൺ മാത്രമായിട്ട് വരുമ്പോ അതിനെ സിംഗുലർ ആയിട്ട് കണക്കാക്കാം. പക്ഷെ either ഓർ എന്ന് പറഞ്ഞ പെയർ ആയിട്ട് വരുമ്പോ ആ വേർബിന്റെ തൊട്ട് മുൻപിൽ വരുന്ന നൗൺ ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വേർബ് ചൂസ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് നീദറിന്റെ കാര്യത്തിലും. നീദർ തനിച്ച് വരികയാണെങ്കിൽ അതിനെ സിംഗുലർ ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോ രണ്ട് ആൻസർ കാണിക്കുമ്പോൾ നിങ്ങൾ പറയണ ഇതും അതും ശരിയല്ല. അവിടെ എന്താ പറയാ? നീദർ ഇസ് കറക്റ്റ്. അതായത് രണ്ടും ശരിയല്ല എന്ന്. നീദർ ഇസ് കറക്റ്റ്. ഇവിടെ നീദർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആയിട്ടാണ് വന്നത് കേട്ടോ. പക്ഷെ അടുത്ത നോക്കിയേ, നീദർ സ്റ്റുഡന്റ് വാസ് ലേറ്റ്. ഇവിടെ നീദർ നോർ പെയർ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ നീദർ കഴിഞ്ഞിട്ട് ഒരു നൗൺ വന്നു, നീദർ സ്റ്റുഡന്റ്. അങ്ങനെ വരുമ്പോഴും ആ വേർബ് നമ്മൾ സിംഗുലർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. നീദർ സ്റ്റുഡന്റ് വാസ് ലേറ്റ്. ഇതിവിടെ ഒരു ഡിറ്റർമിനർ ആയിട്ടാണ് ഈ നീദർ ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രാമർ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇനി ഞാനത് പെയർ ആയിട്ട് കാണിക്കുകയാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, റിലേറ്റീവ് കൺജങ്ഷൻ ആയിട്ട് കാണിക്കുകയാണ്. നീയോ ഞാനോ ലേറ്റ് അല്ല. അതായത് നീയും ലേറ്റ് അല്ല, ഞാനും ലേറ്റ് അല്ല. അപ്പൊ നീദർ യു നോർ ഐ ആം ലേറ്റ്. അപ്പൊ അവിടെ കണ്ടോ, ആം ആണ് ഞാൻ ചൂസ് ചെയ്തത്. ആ വേർബിന്റെ തൊട്ട് മുൻപിൽ വന്നത് ഐ ആണ്. അതുകൊണ്ടാണ് ഐ ആം. നേരെ മറിച്ച് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലോ, നീദർ ഐ നോർ യു ആർ ലേറ്റ്. അവിടെ യു ആണ് അവസാനം വന്നത് ആ വേർബിന് മുമ്പ്. അപ്പൊ യു ആർ എന്ന് പറയണമായിരുന്നു. നമ്മളിപ്പോ ഈ കണ്ടതാണ് റിലേറ്റീവ് കൺജങ്ഷൻ. ഇനി അടുത്ത കാറ്റഗറി, ചിലപ്പോ നൗൺസ് ഇങ്ങനെ ഒരു കളക്റ്റീവ് ആയിട്ട് വരും. ഇപ്പൊ നമ്മള് ഫാമിലി എന്ന് പറയില്ലേ, കുടുംബം, അത് ഒന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നോർമലി സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ പറയും മൈ ഫാമിലി ഇസ് വെരി സപ്പോർട്ടീവ്. എന്റെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. മൈ ഫാമിലി ഇസ്. അവിടെ നമ്മൾ ആ കുടുംബത്തിന് മുഴുവൻ ഒന്നായിട്ട് ആണ് കാണുന്നത്, ഒരു യൂണിറ്റ് ആയിട്ട്. അപ്പൊ മൈ ഫാമിലി ഇസ് എന്നാ പറഞ്ഞത്. പക്ഷെ ചിലപ്പോ ഈ ഫാമിലി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ ആളുകൾ നമ്മൾ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാണുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ പലർക്കും പല അഭിപ്രായങ്ങളാണെങ്കിൽ കാര്യം ഒരു ഫാമിലി ആണെങ്കിലും ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെ, വേറിട്ടാണ് നിൽക്കുന്നത്, പല അഭിപ്രായമായിട്ട്. അവിടെ നമ്മളത് പ്ലൂറൽ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും മൈ ഫാമിലി ആർ ആർഗ്യൂയിങ് അബൌട്ട് വേ ടു ഗോ. എവിടെ പോകണം എന്നുള്ളതിനെ കുറിച്ച് എന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ ഫാമിലി ആർ ആർഗ്യൂയിങ്. അവിടെ ഇസ് എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയുള്ള വേറൊരു എക്സാമ്പിൾ ആണ് ഈ ടീം അല്ലെങ്കിൽ ജൂറി എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് നോക്കാം. ചിലപ്പോ നമ്മൾ ഈ മണി, അതായത് ഒരു തുക, ഒരു എമൗണ്ട്, ടൈം, ഡിസ്റ്റൻസ്, ഇതൊക്കെ ഒറ്റ യൂണിറ്റ് ആയിട്ട് പറയാറുണ്ട്. ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 10 years ഇസ് എ ലോങ് ടൈം. നമ്മൾ പറയില്ലേ 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. അപ്പൊ 10 years എന്ന് പറയുന്നത് 10 വർഷങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ഡിഫറെന്റ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്, ഒരുമിച്ച് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ്, ഒറ്റ ഒരു ഡ്യൂറേഷൻ ആയിട്ട്. 10 years ഇസ് എ ലോങ് ടൈം എന്ന് പറയണം. അടുത്തത് 5,000 rupees ഇസ് ടു മച്ച്. 5,000 രൂപ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 5,000 rupees ഇസ് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരൊറ്റ എമൗണ്ട് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ പറയും? 10 kilometers ഇസ് ആർ എ ലോങ് വാക്ക്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ദീർഘമായിട്ടുള്ള ദൂരമാണ് നടക്കാൻ വേണ്ടിയിട്ട്. 10 kilometers ഇസ്, അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ദൂരം കണക്കാക്കുകയാണ്. 10 kilometers ഇസ് എ ലോങ് വാക്ക്. ഇനി അടുത്ത കാറ്റഗറി, ചില പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഒക്കെ പേരുകൾ കണ്ടാൽ പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ അത് സിംഗുലർ ആയിട്ട് വേണം കണക്കാക്കാൻ. കാരണം നമുക്കറിയാലോ അത് ഒറ്റ കാര്യമാണെന്ന്. ഇത് കണ്ടോ, ദി അറേബ്യൻ നൈറ്റ്സ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ഒരു ബുക്കേ ഉള്ളൂ, ആ ബുക്കിന്റെ പേരാണ് ദി അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ അവിടെ നൈറ്റ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവിടെ ആർ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അത് ഒരു സിംഗിൾ ടൈറ്റിൽ ആണ്. അതുകൊണ്ട് ഇസ് മതി. അതുപോലെ ഒരു രാജ്യത്തിന്റെ പേര്, ഇപ്പൊ നമ്മൾ പറയും ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്
എസ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ഒറ്റ രാജ്യമാണ്. അവിടെ ആർ എന്ന് പറയേണ്ട, ഇസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് ആർ എ ലാർജ് കൺട്രി, അവിടെ ഇസ് ആണ് ആൻസർ. ഇനി അടുത്ത റൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല സെന്റൻസസും there is എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ there are എന്നും വരാറുണ്ട്. എപ്പോഴാണ് ഇസ് എപ്പോഴാണ് ആർ വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു പ്രശ്നമുണ്ട്. അവിടെ ഞാൻ എന്ത് പറയും? there is a problem. ഒരു പ്രശ്നം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ there is a problem എന്ന് പറഞ്ഞു. ഇവിടുത്തെ സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇവിടെ സബ്ജക്റ്റ് പ്രോബ്ലം ആണ്. there ആണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് തോന്നും. ഇവിടെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡമ്മി സബ്ജക്റ്റ് ആണ് ഈ there എന്ന് പറയുന്നത്. ശരിക്കും അതല്ല സബ്ജക്റ്റ്. അപ്പൊ അവിടെ ആ ഒരു എഗ്രിമെന്റ് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആ സബ്ജക്റ്റ് ഇവിടെ നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം, അതൊന്നല്ലേ ഉള്ളൂ. അപ്പൊ there is a problem എന്ന് പറയണം. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണമെങ്കിലോ there are many problems. അപ്പൊ thereനെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് എന്തു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ മെനി പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് there are many problems. ഇനി ഇവിടെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു തരം സെന്റൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഈ there കഴിഞ്ഞ് വരുന്നേ. ഇത് നോക്കൂ, there is a man and 2 women outside. പുറത്ത് ഒരു പുരുഷനും 2 സ്ത്രീകളും ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഞാൻ എന്ത് വേർബ് ഉപയോഗിച്ചത്? is ആണ്. കാരണം അത് കഴിഞ്ഞ് വന്നത് a man ആണ്. ശരിക്കും പറഞ്ഞാൽ പുറത്ത് 3 പേരുണ്ട്, a man and 2 women. പക്ഷെ ആ is കഴിഞ്ഞ് വരുന്നത് a man ആയതുകൊണ്ടാണ് ആ is നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷെ ഇങ്ങനെ പറയുന്നത് ഓർത്ത് നോക്കി, they space 2 women and a man outside. ഇവിടെ ആ ഒരു വേർബ് കഴിഞ്ഞ് വരുന്നത് 2 women എന്നുള്ളതാണ്, 2 സ്ത്രീകൾ. അവിടെ നമ്മൾ പറയാ there are 2 women and a man outside എന്നാണ്. മനസ്സിലായോ? അപ്പൊ മുൻപ് നമ്മൾ ഈ ഈതർ ഓർ നീതർ നോറിന്റെ കാര്യത്തിൽ റൂൾ ഓഫ് പ്രോക്സിമിറ്റി നോക്കിയില്ലേ? വേർബിന്റെ അടുത്ത് വരുന്ന ഏത് നൗൺ ആണോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ, അതേപോലെ ഇവിടെ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷെ ഗ്രമാറ്റിക്കലി പറയുകയാണെങ്കിൽ പല ഗ്രമേറിയൻസും പറയുന്നത് ഇവിടെ 3 പേരുള്ളത് കൊണ്ട് ഇസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോ there are a man and 2 women outside എന്ന് വേണം ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ. അതുപോലെ ഇവിടെ there are a boy and a girl എന്ന് എഴുതണം എന്നാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ പറയുക. അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുമ്പോൾ there is a boy and a girl outside എന്നേ നമ്മൾ പറയുള്ളൂ. ഇനി അടുത്ത കാറ്റഗറി, ചില ട്രിക്കി ആയിട്ടുള്ള നൗൺസ് ഉണ്ട്, കണ്ടാല് പ്ലൂറൽ ആണെന്ന് തോന്നും, പക്ഷെ അത് ആക്ച്വലി സിംഗുലർ ആണ്. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ന്യൂസ് എന്നുള്ളത്, അല്ലെ? ന്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എസ് ഉണ്ട്, പക്ഷെ അത് കണ്ടിട്ട് അത് പ്ലൂറൽ ആണെന്ന് ഓർക്കരുത്. അത് ഒറ്റ ഒരു സിംഗുലർ ഒരു കാര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, വാർത്ത. അപ്പൊ നമ്മൾ പറയും the news is good. the news are good അല്ല, the news is good. അതുപോലെ ഇത് mathematics is difficult. നിങ്ങൾക്ക് കണക്ക് പാടാണെങ്കിൽ മാത്തമാറ്റിക്സ് അവിടെ എസ് വന്നിട്ടുണ്ടെന്ന് വെച്ച് അതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. മാത്തമാറ്റിക്സ് ആർ അല്ല, മാത്തമാറ്റിക്സ് ഇസ് ഡിഫിക്കൽട്ട്. അപ്പൊ എനിക്ക് പറയണം 5ാം പനി ഒരു പകരുന്ന രോഗമാണ്. അവിടെ എന്താ പറയാ? മീസിൽസ് ഇസ് ആർ എ കണ്ടേജിയസ് ഡിസീസ്. ഇസ് ആണോ ആറാണോ? മീസിൽസ് എന്ന് പറയുന്നിടത്ത് ഒരു എസ് വന്നിട്ടുണ്ട്, പക്ഷെ സിംഗുലർ ആണ്, ഇസ് യൂസ് ചെയ്താൽ മതി. ഇനി തിരിച്ചുകൊണ്ട്, അതാണ് അടുത്ത കാറ്റഗറി. ചില നൗൺസ് കണ്ടാല് സിംഗുലർ ആയിട്ട് തോന്നും, പക്ഷെ അത് പ്ലൂറൽ ആണ്. അതുപോലെയുള്ളൊരു നൗൺ ആണ് ദ പോലീസ്. പോലീസിന്റെ കാര്യം അപ്പൊ ഞാൻ പറയുന്നത് ദ പോലീസ് ഹാവ് ഇഷ്യൂഡ് എ വാർണിംഗ്. പോലീസ് ഒരു വാർണിംഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ദ പോലീസ് ഹാസ് അല്ല, ദ പോലീസ് ഹാവ്. കാരണം ദ പോലീസസ് എന്നില്ല, പക്ഷെ ആ ഒരു ഫോഴ്സിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദ പോലീസ് ഹാവ് ഇഷ്യൂഡ് എ വാർണിംഗ്. ഈ ഒരു ലിസ്റ്റിലുള്ള അവസാനത്തെ കാറ്റഗറിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അതായത് ചില നൗൺസ് ഉണ്ട്, അത് കണ്ടാൽ പ്ലൂറൽ ആയിട്ട് തോന്നും, അതായത് ആ വാക്ക് എഴുതിയിരിക്കുന്നത് പ്ലൂറൽ ആയിട്ടാണ്, പക്ഷെ ആ സാധനം ശരിക്കും ഒന്നേ ഉള്ളു താനും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. ഫോർ എക്സാമ്പിൾ കണ്ണട, ഗ്ലാസസ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നേ ഉള്ളൂ, പക്ഷെ ഗ്ലാസസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടല്ലേ, അത് പ്ലൂറൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. എന്റെ കണ്ണട മേശപ്പുറത്തുണ്ടെന്ന് പറയാൻ മൈ ഗ്ലാസസ് ആർ ഓൺ ദ ടേബിൾ, ആറാണ് വരുന്നത്. അതൊന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇസ് അല്ല കേട്ടോ, മൈ ഗ്ലാസസ് ആർ ഓൺ ദ ടേബിൾ. അതുപോലെ കത്രിക, അവിടെ നമ്മൾ സിസേഴ്സ് എന്ന് പറയും, എസ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒന്നല്ലേ ഉള്ളൂ. പക്ഷേ ഓർക്കണം, ഇതിനെല്ലാം ഒരു പെയർ ഉണ്ടല്ലോ, 2 പാർട്ട് ഉണ്ട്, കത്രികയ്ക്ക് 2 പാർട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മൾ അതിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ
കത്രികയ്ക്ക് നല്ല മൂർച്ചയുണ്ടെന്ന് പറയാൻ ദീസ് സിസേഴ്സ് ഇസ് ആണോ ആർ ആണോ വെരി ഷാർപ്പ് അവിടെ വരുന്നത്? ദീസ് സിസേഴ്സ് ആർ വെരി ഷാർപ്പ് എന്ന് പറയണം. അപ്പൊ ഈ ഒരു ടോപ്പിക് ഞാനിവിടെ അരച്ചു കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നിന്നെടുത്ത് കുടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നീദർ യു നോ ഹി ഇസ് ആർ റൈറ്റ്. ആ വേർബിന് തൊട്ട് മുമ്പിൽ വരുന്ന നൗൺ ഏതാണോ അതിനനുസരിച്ചാണ് വേർബ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, either key opens the door. ഏത് കീ ഉപയോഗിച്ചും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. either key സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ആലോചിക്കൂ. 3, here is are the keys. മുൻപ് നമ്മൾ there കണ്ടില്ലേ, അതേപോലെയാണ് ഹിയറും. അത് കഴിഞ്ഞു വന്നിരിക്കുന്ന നൗൺ ഏതാന്ന് നോക്കൂ, അതിനനുസരിച്ച് വേർബ് ചൂസ് ചെയ്യണം. 4, none of them was were hired. അവരിൽ ആരും സെലക്ട് ചെയ്യപ്പെട്ടില്ല എന്നാ പറയുന്നത്, ഹയർ ചെയ്യപ്പെട്ടില്ല എന്ന്. none of them was were hired ഏതാണ്? അടുത്തത്, the number of applicants has have doubled. ഇവിടെ നോക്കണം, the number of എന്നാ പറഞ്ഞത്, a number of എന്നല്ല. അപ്പൊ അതെങ്ങനെ എടുക്കണം? ഇനി ലാസ്റ്റ് വൺ, these shoes don't doesn't fit me. ഈ ഷൂസ് എനിക്ക് പാകമാകുന്നില്ല എന്നാ പറയുന്നത്. ഷൂസ് ആണ്, ഡോണ്ട് ആണോ ഡസൻറ്റ് ആണോ? അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ എന്നെ കമന്റ്സിൽ അറിയിക്കുക. നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് അടുത്തത് ചെയ്യാനുള്ള ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.